21 ദിവസം നീണ്ടുനിന്ന പ്രചാരണത്തിനൊടുവിൽ നിലമ്പൂർ ഇനി വോട്ടെണ്ണലിനായി കാത്തിരിക്കുകയാണ്. കനത്ത മഴയെ അവഗണിച്ച് വോട്ടർമാർ ബൂത്തുകളിൽ എത്തിയതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 73.26% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം വിജയപ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തു. മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറഞ്ഞു. ചരിത്ര ഭൂരിപക്ഷം നേടുമെന്നാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. പോളിംഗ് ശതമാനം ഉയർന്നതോടെ വിജയം സുനിശ്ചിതമെന്ന് PV അൻവർ പ്രതികരിച്ചു. അനാവസരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പെന്ന വിലയിരുത്തലിൽ വോട്ടർമാർ അകന്നു നിൽക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശങ്കയുണ്ടായിരുന്നെങ്കിലും അതെല്ലാം അസ്ഥാനത്തായി. കഴിഞ്ഞ തവണ 75.23% പോളിംഗ്. വോട്ടിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന നിലമ്പൂരിൽ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇനി ഫലം വരുന്ന തിങ്കളാഴ്ച വരെ കൂട്ടലിൻ്റെയും കിഴിക്കലിൻ്റെയും സമയമാണ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും LDFിൻ്റെ M സ്വരാജും സ്വതന്ത്രനായ PV അൻവരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 15,000 വോട്ടിൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്നാണ് UDF ക്യാമ്പിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഭൂരിപക്ഷം പ്രവചിക്കാൻ LDF ക്യാമ്പോ M സ്വരാജോ തയ്യാറല്ല. തങ്ങൾ മികച്ച വിജയം നേടുമെന്ന് മാത്രമാണ് സ്വരാജും ഇടതു നേതാക്കളും പറയുന്നത്. മറ്റൊരു വശത്ത് PV അൻവർ ആകട്ടെ ആളെ കൂട്ടി കാൽനടയായി തിരുവനന്തപുരത്തേക്ക് സത്യപ്രതിജ്ഞയ്ക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. മാത്രമല്ല, തനിക്ക് ലഭിക്കാൻ പോകുന്ന ഭൂരിപക്ഷവും ഇടതു വലത് മുന്നണികൾക്ക് ലഭിക്കാവുന്ന വോട്ടും PV അൻവർ പ്രവചിച്ചിരിക്കുകയാണ്. 100% താൻ തന്നെ വിജയിക്കുമെന്ന് PV അൻവർ ആവർത്തിക്കുന്നു. 75,000 വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന് പോളിംഗിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇനിയും കൂടാനാണ് സാധ്യതയെന്ന് അൻവർ പറയുന്നു. പഞ്ചായത്തുകളിൽ പോയപ്പോൾ പ്രവർത്തകർ പറയുന്നത് അവർ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അവർ ഇപ്പോഴാണ് അത് കാണുന്നത്. താൻ മുൻപേ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണക്ക് കൂട്ടിയാണ് 75,000 വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞത്. പോൾ ചെയ്ത 1,70,000 വോട്ടിൽ ഒരു 10,000 വോട്ട് SDPI, BJP, നോട്ട അങ്ങനെ പോകും. ബാക്കി വോട്ടുകളിൽ CPMന് 35,000 വോട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. UDFന് 45,000 വോട്ട് ലഭിക്കും. 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം തനിക്ക് ലഭിക്കും. ഇവിടുത്തെ ട്രെൻഡും തൻ്റെ മുൻപരിചയവും ഒക്കെ വെച്ചുള്ള ഒരു കണക്കാണ് ഇതെന്നും അദ്ദേഹം പറയുന്നു. പിന്നെ ആളുകൾ ഒരിക്കലും ഒന്നായി പറ്റിക്കില്ലല്ലോ, PV അൻവർ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എന്തായാലും ചതുഷ്കോണ പോരാട്ടം നടന്ന നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ പോരാട്ട ഭൂമിയിൽ ആത്മവിശ്വാസം തെല്ലും കുറവല്ല 4 സ്ഥാനാർത്ഥികൾക്കും. 4 പേരും പറയുന്നത് ഒരേ സ്വരത്തിൽ വിജയത്തിൻ്റെ മന്ത്രം തന്നെയാണ്. ഇടതുപക്ഷം അത്രമേൽ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനമാണ് നിലമ്പൂരിൽ നടത്തിയിട്ടുള്ളത്. 2016 മുതൽ ഇങ്ങോട്ട് PV അൻവറിലൂടെ നിലനിർത്തിയിരുന്ന ഇടതുകോട്ടയായ നിലമ്പൂരിൽ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞുകൊണ്ട് M സ്വരാജും സഖാക്കന്മാരും രംഗത്തിറങ്ങിയപ്പോൾ ഇരുകൈയും നീട്ടി ജനങ്ങൾ സ്വീകരിക്കുമെന്ന ആത്മവിശ്വാസം തന്നെ ഇടതുകോട്ടകളിൽ സജീവമായുണ്ട്. കോൺഗ്രസിലേക്ക് വരുമ്പോൾ ആര്യാടൻ മുഹമ്മദിനുണ്ടായിരുന്ന പ്രൗഢിയും സ്വീകാര്യതയും ഇപ്പോഴും ആര്യാടൻ ഷൗക്കത്തിനുമുണ്ട് എന്നതും, ഒപ്പം VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാതെ ഇരുന്നതിലെ പടലപ്പിണക്കങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറി എല്ലാവരും ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകുന്നു എന്നതും, VV പ്രകാശിൻ്റെ ഭാര്യയും മകളും അടക്കം എല്ലാവരും UDFിനോടൊപ്പം നിന്നു എന്നതൊക്കെ തികഞ്ഞ ആത്മവിശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് UDFിനെ സംബന്ധിച്ച്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിൽ ഇത്തവണ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കുമെന്ന് കോൺഗ്രസ് UDF ക്യാമ്പുകളും അവകാശപ്പെടുന്നുണ്ട്. ഇനി PV അൻവറിലേക്ക് വരുമ്പോൾ PV അൻവർ എല്ലാവരേക്കാൾ മുൻപിൽ 75,000 വോട്ട് തനിക്ക് ലഭിക്കുമെന്ന് ആദ്യം മുതൽ ഇപ്പോഴും തുറന്ന് സമ്മതിക്കുന്നു. ഇനി എങ്ങനെയാണ് ജനങ്ങൾ തന്നെ സ്വീകരിക്കുവാൻ പോകുന്നത്, താൻ എങ്ങനെ സത്യപ്രതിജ്ഞയ്ക്ക് പോകണമെന്നതടക്കം ചില കാര്യങ്ങൾ മാത്രം PV അൻവറിന് കണക്കാക്കിയാൽ മാത്രം മതിയെന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള വാക്കുകൾ. BJPയും തെല്ലും പുറകിലില്ല. പഞ്ചായത്തുകളുടെ കണക്കുകൾ എടുക്കുമ്പോഴെല്ലാം BJP മുൻപിലായിരിക്കുമെന്നാണ് മോഹൻ ജോർജ് അവകാശപ്പെടുന്നത്. അങ്ങനെ ചതുഷ്കോണ പോരാട്ടം നടന്ന നിലമ്പൂരിൻ്റെ പോരാട്ട ഭൂമിയിൽ ആത്മവിശ്വാസം കുറയാതെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒറ്റക്കെട്ടായി 23-ാം തീയതി പുലരുമ്പോഴുള്ള വിജയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്കും കാത്തിരിക്കാം നിലമ്പൂരിൻ്റെ അടുത്ത MLA ആര് എന്ന് അറിയാൻ.